Hi all, welcome to KU പാഠശാല. ഞാൻ ഡോക്ടർ സി ആർ ധന്യ, കാര്യവട്ടം ഗവൺമെൻറ് കോളേജിലെ ബയോകെമിസ്ട്രിയിലെ അസോസിയേറ്റ് പ്രൊഫസറാണ്. ഇന്ന് നമുക്ക് മെറ്റബോളിക് പാത്വേസുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക് ബയോ എനർജറ്റിക്സിൻ്റെ ബേസിക്സ് ഒന്ന് നോക്കാം. To define what is bioenergetics, it is the study of energy relationships, energy transformation and energy transduction in living organisms. ചുരുക്കത്തിൽ പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ it is concerned with the energy flow through living systems. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് യൂണിവേഴ്സിലുള്ള അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് സോളാർ എനർജിയാണ്. അപ്പോൾ ഈ സണ്ണിൻ്റെ എനർജി എവിടെ നിന്നുണ്ടാകുന്നു? സണ്ണിൻ്റെ എനർജി എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ വിച്ച് ഒക്കേഴ്സ് ഇൻ ദ സൺ. എങ്ങനെയാണ് ഡ്യൂട്ടീരിയവും ട്രിഷ്യവും കൂടെ ചേർന്ന് ഹീലിയം ഉണ്ടാക്കുമ്പോൾ അതിൽ നിന്നും കുറേ എനർജി റിലീസ് ചെയ്യും. ആൻഡ് ദാറ്റ് ഇസ് ദി സോളാർ എനർജി വിച്ച് ഇസ് യൂട്ടിലൈസ്ഡ് ബൈ ഓൾ ലിവിങ് ഓർഗാനിസംസ് ഓൺ എർത്ത്. നമ്മുടെ ലിവിങ് സെൽസ് എന്ന് വെച്ചാൽ ദേ obey the first law of thermodynamics and the second law of thermodynamics. First law of thermodynamics states that energy can neither be created nor be destroyed. It can be converted from one form to another. So ഇവിടെ living organism എന്ത് ചെയ്യും? They absorb energy from the environment to do useful work, and an equivalent amount of energy is released back into the environment in a less useful form, അതായത് heat energy. ഇതിൽ നിന്നും നമുക്കൊരു molecular logic of life state ചെയ്യാം, which goes like this. Living organisms create and maintain their orderliness at the expense of their environment, making it less ordered. ഇനി ലിവിങ് ഓർഗാനിസംസ് എനർജി എൻവയൺമെൻറ്റിൽ നിന്നും എടുക്കുന്നു എന്ന് പറയുന്നു. ഇതെന്തിനാണ് എടുക്കുന്നത്? ടു ഡൂ സം യൂസ്ഫുൾ വർക്ക് എന്ന് പറയുന്നു. ദിസ് വർക്ക് കംസ് അണ്ടർ chemical work which includes biosynthesis, osmotic work which includes transport of materials across the cell membrane, and mechanical work which includes contraction, locomotion, etc. അപ്പോൾ നമുക്ക് ഈ എനർജി ട്രാൻസ്ഡക്ഷൻ ഒന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദി എനർജി ഓഫ് സൺലൈറ്റ് ഓർ ദി എനർജി ഇൻ ന്യൂട്രിയൻസ് ഇൻ ദി എൻവയൺമെൻറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് പൊട്ടൻഷ്യൽ എനർജി. അത് ലിവിങ് സെൽസിൽ എത്തിക്കഴിഞ്ഞാൽ ചില വർക്കുകൾ നടക്കും. ആസ് മെൻഷൻഡ് ഇൻ ദ പ്രീവിയസ് സ്ലൈഡ്, ലേറ്റർ മെറ്റബോളിക് എൻഡ് പ്രോഡക്ട്സ് ലൈക്ക് CO2 ആൻഡ് H2O ആൻഡ് ലെസ് യൂസ്ഫുൾ ഫോം ഓഫ് എനർജി ഹീറ്റ്, ഇതെല്ലാം എൻവയൺമെൻറ്റിലേക്ക് തിരിച്ച് റിലീസ് ചെയ്യപ്പെടുന്നു. ദിസ് ഇസ് കോൾഡ് ദി എനർജി ട്രാൻസ്ഡക്ഷൻ. Based on the type of energy obtained, living cells can be classified into two: photosynthetic cells and heterotrophic cells. Photosynthetic cells എന്ന് പറയുന്നത് that the primordial earth was reduced, അതിൻ്റെ അറ്റ്മോസ്ഫിയർ റെഡ്യൂസ്ഡ് ആയിരുന്നു. പിന്നീട് എവല്യൂഷൻ്റെ ഭാഗമായിട്ട് ഫോട്ടോസിന്തറ്റിക് സെൽസ് ഇവോൾവ് ചെയ്തിട്ടാണ് CO2 മാറി അവിടെ ഓക്സിജൻ റിച്ച് ആയത്. അപ്പോഴാണ് അത് ഓക്സിഡൈസ്ഡ് അറ്റ്മോസ്ഫിയർ ആയത്. അപ്പോൾ ഫോട്ടോസിന്തറ്റിക് സെൽസ് എന്ന് പറയുന്നത് ദേ യൂസ് സൺലൈറ്റ് ആസ് മെയിൻ സോഴ്സ് ഓഫ് എനർജി, whereas heterotrophic cells makes use of they are dependent on the photosynthetic cells. They obtain energy by the degradation of highly reduced energy rich organic molecules like glucose. ഗ്ലൂക്കോസ് നിങ്ങൾക്കറിയാം ഇമ്മീഡിയറ്റ് സോഴ്സ് ഓഫ് എനർജിയാണ് ഏതൊരു വ്യക്തിക്കും. അപ്പോൾ ഗ്ലൂക്കോസ് ഇസ് ഓക്സിഡൈസ് ടു CO2 ആൻഡ് വാട്ടർ ആൻഡ് ഫ്രീ എനർജി is produced. Now coming to free energy of a reaction. What is free energy? It is the energy that can be utilized for useful work at constant temperature and pressure. Free energy change is denoted by delta G, and this free energy change, that is delta G, determines the spontaneity of a reaction. Delta G negative ആണെങ്കിൽ മാത്രമേ ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുകയുള്ളൂ. Delta G പോസിറ്റീവ് ആണെങ്കിൽ റിയാക്ഷൻ is non-spontaneous, and when the reaction reaches equilibrium, delta G is 0. So this cartoon depicts a very simple manner. It depicts spontaneous processes and non-spontaneous processes. ഇപ്പോൾ ആദ്യത്തെ പിക്ചറിൽ you can see it is a very spontaneous process. Energy needn't be given for this process to occur. അതേസമയം രണ്ടാമത്തെ പിക്ചറിൽ നോക്കൂ, അത് എനർജി കണ്ടിന്യൂസ് ആയിട്ട് സപ്ലൈ ചെയ്താൽ മാത്രമേ സ്പോണ്ടേനിറ്റി നടക്കുകയുള്ളൂ. ഇത് സിമ്പിളായിട്ട് പറയുന്നതാണ്, ബയോകെമിസ്ട്രി ആയിട്ട് ബന്ധമുള്ള കാര്യമല്ല. Now let's familiarize with a few terms. Actual free energy, which is denoted by delta G under specified condition, and when the concentration of reactants and products are 1 molar concentration, it becomes standard free energy change, which is denoted by delta G0. And standard free energy change for biochemical standard state, where the concentration of reactants and products is 1 molar concentration, except for H plus ion concentration and OH minus concentration, which is 10 raised to minus 7 molar, that is pH7. That is denoted by delta G0 dash. So biochemical reactions നമ്മൾ delta G0 dash വളരെ important ആണ്. Now coming to ATP, it is called the energy currency of the cell.
ഇപ്പോൾ കറൻസി എന്ന് പറയുന്ന അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ? കറൻസി, നമ്മളൊരു സാധനം വിൽക്കുകയാണെങ്കിൽ നമുക്ക് കറൻസി കിട്ടും. ആ കറൻസി കൊടുത്താൽ നമുക്ക് സാധനം വാങ്ങിക്കാൻ പറ്റും. ഇപ്പോൾ കറൻസി എന്ന് വെച്ചാൽ കൊടുക്കൽ വാങ്ങലിൻ്റെ ഇടയ്ക്ക് ലിങ്കായിട്ട് നിൽക്കുന്നതാണ് കറൻസി. ഇവിടെ എനർജി കറൻസിയാണ് ATP, ബിക്കോസ് ഇറ്റ് ഈസ് എ കോമൺ ഇൻ്റർമീഡിയറ്റ് വിച്ച് കണക്ട്സ് ടു ലാർജ് നെറ്റ്വർക്ക് ഓഫ് എൻസൈം കാറ്റലൈസ് റിയാക്ഷൻസ്. ഏതൊക്കെ റിയാക്ഷൻസാണ്? ഒന്നെന്ന് പറയുന്നത് ഇറ്റ് കൺസേർവ്സ് എനർജി ഡിറൈവ്ഡ് ഫ്രം എൻവയൺമെൻറ്റ് കോസിങ് ദി ഫോസ്ഫോറിലേഷൻ ഓഫ് ADP ടു ഫോം ATP. അപ്പോൾ ആ ATP യൂട്ടിലൈസ് ചെയ്ത് നമ്മുടെ സെൽസ് യൂട്ടിലൈസ് ചെയ്ത് ബയോസിന്തറ്റിക് റിയാക്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യും. അപ്പം എനർജി പ്രൊഡ്യൂസിങ്ങും എനർജി യൂട്ടിലൈസിങ് റിയാക്ഷൻസ് തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു മോളിക്യൂളാണ് ATP, ആൻഡ് ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് കോൾഡ് എനർജി കറൻസി. So this is depicted schematically here. ATP, when converted to ADP, energy is released, which is used for processes like motion, active transport, biosynthesis, signal amplification, etc. ഇവിടെ ചില എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ എനർജി യൂട്ടിലൈസിങ് പ്രോസസ്സസിലെല്ലാം ATP ഹൈഡ്രലൈസ് ചെയ്ത് ADP ഉണ്ടാവും. ഇനി ദിസ് ADP is phosphorylated back to ATP by two processes. One is photosynthesis, another is by oxidation of fuel molecules. Oxidation of glucose ഒക്കെ ഇതിൽ പെടും. ഇനി റിയാക്ഷൻസ്, എനർജിയുടെ യൂട്ടിലൈസേഷൻ പ്രൊഡക്ഷൻ അതിനെ ബേസ് ചെയ്തിട്ട് റിയാക്ഷൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു എക്സർഗോണിക് റിയാക്ഷൻസ് ആൻഡ് എൻഡർഗോണിക് റിയാക്ഷൻസ്. എക്സർഗോണിക് റിയാക്ഷൻസ് എന്ന് പറയുന്നത് ദ ഡെൽറ്റ G ഓഫ് എക്സർഗോണിക് റിയാക്ഷൻ ഇസ് നെഗറ്റീവ്. ഇറ്റ് റിലീസസ് എനർജി. അതുകൊണ്ട് തന്നെ ഇത് സ്പോണ്ടേനിയസ് റിയാക്ഷനാണ്. എക്സർഗോണിക് റിയാക്ഷൻ ഒക്കേഴ്സ് സ്പോണ്ടേനിയസ്ലി. വെറസ് എൻഡർഗോണിക് റിയാക്ഷൻസിൽ ഡെൽറ്റ G പോസിറ്റീവാണ്. എനർജി മസ്റ്റ് ബി സപ്ലൈഡ് ഫോർ ദ റിയാക്ഷൻ ടു ഒക്കർ ആൻഡ് ദേ കനോട്ട് proceed spontaneously. Non-spontaneous reactions ആണ് എൻഡർഗോണിക് റിയാക്ഷൻസ്. ഇനി നമുക്ക് ഫെമിലിയറൈസ് ചെയ്യേണ്ട വേറെ രണ്ട് ടേംസ് ആണ് എൻതാൽപ്പി ആൻഡ് എൻട്രോപ്പി. Enthalpy change is denoted by delta H. It is the heat content of reactants and compared to the products. And entropy is delta S. Delta S is entropy change. It is the disorderliness or randomness of reactants and products. ഡെൽറ്റ ജിയും ഡെൽറ്റ എച്ചും ഡെൽറ്റ എസും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു എക്സ്പ്രഷനാണ് ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. Now if you consider a reaction A plus B giving C plus D, the delta G of this reaction can be given as delta G is equal to delta G0 dash plus RT log concentration of product by concentration of reactants, where R is the gas constant and T is the temperature. Delta G0 dash, as mentioned earlier, is the standard free energy change. ഇനി ഈ റിയാക്ഷൻ നമ്മൾ മുൻപുള്ള സ്ലൈഡിൽ കണ്ട റിയാക്ഷൻ വെൻ ദ ഡെൽറ്റ ജി ബിക്കംസ് സീറോ, അതെപ്പോഴാണ്? ഇക്വിലിബ്രിയം റിയാക്ഷൻ ഇക്വിലിബ്രിയമിലെത്തുമ്പോൾ ഡെൽറ്റ ജി ബിക്കം സീറോ. അപ്പോൾ അത് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഫൈനലി യു ഗെറ്റ് എൻ ഇക്വേഷൻ ഡെൽറ്റ ജി സീറോ ഡാഷ് ഇസ് ഈക്വൽ ടു മൈനസ് ആർ ടി ലോഗ് കെ ഇക്വിലിബ്രിയം. കെ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട്സ് ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ്, അതിനെയാണ് കെ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ആൻഡ് വെൻ ദി വാല്യൂ ഓഫ് കെ ഇക്വിലിബ്രിയം ഇസ് ഗ്രേറ്റർ ദാൻ 1, ദ റിയാക്ഷൻ ഇസ് സ്പോണ്ടേനിയസ്. എന്തുകൊണ്ട്? ഡെൽറ്റ ജി സീറോ ഡാഷ് നെഗറ്റീവ് ആണ്. അപ്പോൾ നെഗറ്റീവ് ആവണമെങ്കിൽ ദ വാല്യൂ ഓഫ് കെ ഇക്വിലിബ്രിയം ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 1. There are a lot of spontaneous reactions and non-spontaneous reactions occurring in the cell. അപ്പോൾ non-spontaneous reactionsഉം ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻസ് ആണ് മെറ്റബോളിക് പാത്വേസിൽ. അപ്പോൾ ഈ non-spontaneous reactions എങ്ങനെ നടക്കും? The spontaneous reactions can drive the non-spontaneous reactions occurring in the cell, and this is called energy coupling. വൈ എനർജി കപ്ലിംഗ് എങ്ങനെ സാധ്യമാകും എന്ന് വെച്ചാൽ ദ ഫ്രീ എനർജി ചേഞ്ചസ് ഓഫ് കപ്പിൾഡ് റിയാക്ഷൻസ് ആർ അഡിറ്റീവ്. കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. You consider a reaction A giving B plus C. You note the delta G0 dash here, it is positive sign. അപ്പോൾ അത് നോൺ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. ഇനി വേറൊരു റിയാക്ഷൻ D giving E. അവിടെ ഡെൽറ്റ ജി സീറോ നോക്കൂ, അത് നെഗറ്റീവ് ചാർജ്, നെഗറ്റീവ് സൈൻ ഉള്ളതാണ്. അപ്പോൾ അവിടെ സ്പോണ്ടേനിയസ് റിയാക്ഷനാണ്. ഇത് രണ്ടും കൂടി ഒരുമിച്ച് നടന്നാൽ രണ്ടാമത്തെ റിയാക്ഷൻ ഇഫ് ഇറ്റ് ഡ്രൈവ്സ് ദി ഫസ്റ്റ് റിയാക്ഷൻ യു ക്യാൻ ഗെറ്റ് an ഓവറോൾ റിയാക്ഷൻ എ പ്ലസ് ഡി. ലെഫ്റ്റ് സൈഡിലുള്ള ഒരുമിച്ച് റിയാക്ടൻ ഇട്ട് റൈറ്റ് സൈഡിലെ പ്രോഡക്ട്സ് ഒരുമിച്ചിട്ടാൽ എ പ്ലസ് ഡി ഗിവിങ് ബി പ്ലസ് സി പ്ലസ് ഇ. അവിടെ ഡെൽറ്റ ജി സീറോ അഡിറ്റീവ് ആണെന്ന് പറഞ്ഞു പ്രീവിയസ് സ്ലൈഡിൽ. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് -13 കിലോ ജൂൾസ് പെർ മോൾ എന്ന് കിട്ടുന്നു. ഈ വാല്യൂ ഇവിടെ ഇമ്പോർട്ടൻ്റ് അല്ല, ഇവിടെ കാണിക്കണമെന്ന് വെച്ചാൽ നെഗറ്റീവ് ഡെൽറ്റ ജി കിട്ടുന്നു. ഇതിൻ്റെ സമ്മേഷൻ ചെയ്താൽ നെഗറ്റീവ് ഡെൽറ്റ ജി സീറോ കിട്ടുന്നു. ആൻഡ് ദർ ബൈ ദിസ് റിയാക്ഷൻ ബിക്കംസ് സ്പോണ്ടേനിയസ്. അതായത് ഈ ആദ്യം കാണിച്ച റിയാക്ഷൻ ശരിക്കും സ്പോണ്ടേനിയസ് അല്ല, നോൺ സ്പോണ്ടേനിയസ് ആണ്. പക്ഷേ രണ്ടാമത്തെ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആയതുകൊണ്ട് ദാറ്റ് ക്യാൻ ഡ്രൈവ് ദി ഫസ്റ്റ് റിയാക്ഷൻ. And each of these reaction is called half reaction. Coupled reactionsലുള്ള half reaction എന്ന് നമുക്ക് പറയാം. ആൻഡ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽ half reactions are prevented
to occur at the enzyme active site, whereas coupled reactions are kinetically facilitated. Individually ഇത് നടക്കാൻ പറ്റിയില്ലെങ്കിൽ കപ്പിൾ ചെയ്ത് ഇത് നടക്കാൻ സാധിക്കും. രണ്ട് റിയാക്ഷനും കൂടി കപ്പിൾ ചെയ്തിട്ടാണ് റിയാക്ഷനെ സ്പോണ്ടേനിയസ് ആക്കുന്നത്. ആൻഡ് ദി ഫ്രീ എനർജി ചേഞ്ച് ഓഫ് ഈച്ച് ഓഫ് ദീസ് ഹാഫ് റിയാക്ഷൻ ക്യാൻ ബി സംഡ് അപ്പ്. നമുക്കൊരു വളരെ സിമ്പിളായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻ അതിൻ്റെ എക്സാമ്പിളായിട്ട് പഠിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഗ്ലൈക്കോളിസിസ് വളരെ പരിചിതമായ ഒരു മെറ്റബോളിക് പാത്വേ ആയിരിക്കും. ഗ്ലൈക്കോളിസിസിലെ ആദ്യത്തെ സ്റ്റെപ്പ് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആകുന്ന സ്റ്റെപ്പ്. നമുക്ക് തിയററ്റിക്കലി പറഞ്ഞാൽ ഗ്ലൂക്കോസ് ക്യാൻ ബി ഫോസ്ഫോറിലേറ്റഡ് ബൈ ഇൻഓർഗാനിക് ഫോസ്ഫേറ്റ് ടു ഗീവ് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ്. അവിടെ ഡെൽറ്റ G0' എന്ന് വെച്ചാൽ പോസിറ്റീവ് ആണ്. എന്ന് വെച്ചാൽ ദിസ് റിയാക്ഷൻ ഇസ് നോൺ സ്പോണ്ടേനിയസ് ആണെന്ന് കരുതി നമുക്ക് റിയാക്ഷൻ നടത്തണ്ടെന്നില്ലല്ലോ, ഫസ്റ്റ് റിയാക്ഷൻ അല്ലേ. അപ്പോൾ ഹൗ ഇസ് ഇറ്റ് ഡ്രിവൺ ഇൻ ദി ഫോർവേഡ് ഡയറക്ഷൻ? അവിടെ ATP on hydrolysis to ADP and PI releases some amount of delta G0'. You must be knowing the value. This value is very important. അത് പഠിക്കണം. -31 kilojoules per mole അല്ലെങ്കിൽ -7.3 kilocalories per mole ആണ്. ആ ഡെൽറ്റ G0' നെഗറ്റീവ് സൈൻ ആണ്. അപ്പോൾ അത് റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണ്. ഹൈഡ്രോളിസിസ് ഓഫ് ATP to ADP ഒരു സ്പോണ്ടേനിയസ് റിയാക്ഷന് അവിടെ എനർജി റിലീസ് ചെയ്യപ്പെടുന്നു. ആ റിയാക്ഷൻ വിൽ ഡ്രൈവ് ദ ഫസ്റ്റ് റിയാക്ഷൻ ഇൻ ദി ഫോർവേഡ് ഡയറക്ഷൻ. അപ്പം നമ്മൾ ഈ രണ്ട് റിയാക്ഷനും കപ്പിൾഡ് റിയാക്ഷൻ ആയാൽ, ഇഫ് ദീസ് റിയാക്ഷൻസ് ഗെറ്റ് കപ്പിൾഡ്, വാട്ട് ഹാപ്പൻസ്? ദി ഓവറോൾ റിയാക്ഷൻ ഇസ് ഗ്ലൂക്കോസ് പ്ലസ് ATP ഗിവിംഗ് ADP പ്ലസ് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ്. Glucose is phosphorylated by ATP to give glucose 6 phosphate. അപ്പോൾ അവിടെ ഡെൽറ്റ G0' സം അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നത്. ദ റിയാക്ഷൻ ബിക്കംസ് സ്പോണ്ടേനിയസ്. അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രോസസ്സ്, ഇങ്ങനെ പ്രോബ്ലം ഇല്ലായിരുന്നെങ്കിൽ ഗ്ലൂക്കോസും ഇൻഓർഗാനിക് ഫോസ്ഫേറ്റും മതിയായിരുന്നു. പക്ഷേ ഇവിടെ എനർജി കൊടുത്താൽ മാത്രമേ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആകാൻ പറ്റത്തുള്ളൂ. സോ ദാറ്റ് ദ നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ ബിക്കംസ് സ്പോണ്ടേനിയസ്. ഇനി വേറൊരു മെത്തേഡ് ഉണ്ട് നോൺ സ്പോണ്ടേനിയസിനെ സ്പോണ്ടേനിയസ് ആക്കാൻ, ത്രൂ എ കോമൺ ഇൻ്റർമീഡിയറ്റ്. ഫോർ എക്സാമ്പിൾ, യു ജസ്റ്റ് സീ ദിസ് എക്സാമ്പിൾ. A is converted to B and C. അവിടെ ഡെൽറ്റ G0 പോസിറ്റീവ് ആണ്. എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് നോൺ സ്പോണ്ടേനിയസ്. അടുത്ത റിയാക്ഷൻ B ഗിവിങ് D. ഇപ്പോൾ B ഒരു കോമൺ ഇൻ്റർമീഡിയറ്റ് ആണ് ഈ രണ്ടിൻ്റെയും. B ഗിവിങ് D. അവിടെ ഡെൽറ്റ G0' എന്ന് പറയുന്നത് നെഗറ്റീവ് വാല്യൂ ആണ്. ഇത് നമുക്ക് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് എ നെഗറ്റീവ് വാല്യൂ ഓഫ് ഡെൽറ്റ G. സം അപ്പ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞില്ലേ ഫ്രീ എനർജി. അപ്പോൾ ദിസ് ബിക്കംസ് എ സ്പോണ്ടേനിയസ് റിയാക്ഷൻ. അതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് നമുക്ക് മെറ്റബോളിക് പാത്വേസിൽ കാണുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ എക്സാമ്പിളായിട്ട് കാണിക്കുന്നത്. യു ജസ്റ്റ് ഇമാജിൻ ദർ ഇസ് എ റിയാക്ടൻറ്റ് A plus ATP giving B plus AMP and PPI. ഇവിടെ ATP ഹൈഡ്രലൈസ് ചെയ്ത് അഡ്നസിൻ മോണോഫോസ്ഫേറ്റും പൈറോഫോസ്ഫേറ്റും ആയിട്ടാണ് മാറുന്നത്. ഇവിടെ ഡെൽറ്റ G പോസിറ്റീവ് ആണ്. ഡെൽറ്റ G0' പോസിറ്റീവ് ആണ്. റിയാക്ഷൻ നോൺ സ്പോണ്ടേനിയസ് ആണ്. പിന്നെ ഇതെങ്ങനെ സ്പോണ്ടേനിയസ് ആവും? The PPI അല്ലെങ്കിൽ pyrophosphate is hydrolyzed to 2 inorganic phosphate, and this is done by the enzyme pyrophosphatase enzyme, and the delta G0' of this reaction is negative, and the sum total of these reactions a delta G0' and negative തന്നെയാണ്. അതുകൊണ്ട് the first reaction is driven in the forward direction. ഇനി based on the energy released on hydrolysis, compounds can be classified into low energy compounds and high energy compounds. Low energy compounds എന്നാൽ അതിൻ്റെ നെഗറ്റീവ് ഡെൽറ്റ G0' വാല്യൂ തന്നെയായിരിക്കും, പക്ഷേ it falls between 1 to 3 kilocalories per mole. ആ ഡെൽറ്റ G0' വാല്യൂസ് 5 തൊട്ട് 15 kilocalories per mole ഇടയ്ക്കാണെങ്കിൽ it becomes high energy compound. കൃത്യമായിട്ട് ഇതിനെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ high energy compounds or energy rich compounds are those which possess sufficient free energy to liberate at least 7 kilocalories per mole അല്ലെങ്കിൽ 20 to 25 kilojoules per mole. അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത് പൈറോഫോസ്ഫേറ്റ്സ്, അസൈൽ ഫോസ്ഫേറ്റ്സ്, ഈനോൾ ഫോസ്ഫേറ്റ്സ്, തയോ എസ്റ്റേഴ്സ് ആൻഡ് ഫോസ്ഫജൻസ്. ഇങ്ങനെ ക്ലാസിഫിക്കേഷനാണ് ഹൈ എനർജി കോമ്പൗണ്ട്സിനുള്ളത്. അതിൻ്റെതായ കറസ്പോണ്ടിങ് എക്സാമ്പിൾസ് ഈ സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ എനർജി കറൻസി, അതായത് ATP അഡെനസിൻ ട്രൈഫോസ്ഫേറ്റിൻ്റെ സ്ട്രക്ചറിലേക്ക് നമുക്ക് പോവാം. സെൻട്രൽ മോളിക്യൂൾ ആയിട്ടുള്ള റൈബോസിൻ്റെ ഫസ്റ്റ് കാർബണിലേക്ക് അഡിനിൻ ബേസ് അറ്റാച്ച് ചെയ്തേക്കുന്നു. 5th കാർബണിലേക്ക് 3 ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഇവിടെ നിങ്ങൾക്ക് ബോണ്ട് ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടെ ഒരു വളഞ്ഞൊരു ബോണ്ടാണ് കാണുന്നത്. ഇറ്റ് ഈസ് കോൾഡ് സ്ക്വിഗിൾ. ഹൈ എനർജി ബോണ്ടിനെ നമ്മൾ ഇങ്ങനെയാണ് ഡെപ്പിക്റ്റ് ചെയ്യുന്നത്. റൈബോസും അഡിനിനും മാത്രം അഡെനസിൻ, 1 ഫോസ്ഫേറ്റ് വന്നാൽ അഡെനസിൻ മോണോഫോസ്ഫേറ്റ്, 2 ഫോസ്ഫേറ്റ് വന്നാൽ അഡെനസിൻ ഡൈഫോസ്ഫേറ്റ്, 3 എണ്ണം വന്നാൽ അഡെനസിൻ ട്രൈഫോസ്ഫേറ്റ് ആയി. ഇവിടെ നമുക്ക് ബോണ്ടുകളൊന്ന് ശ്രദ്ധിച്ചാൽ ഇവിടെ CH2OH ഒരു ഫോസ്ഫേറ്റ് അറ്റാച്ച് ചെയ്തേക്കുന്നത്. ദിസ് ഇസ് ആൻ എസ്റ്റർ ബോണ്ട്. വേറെ ഇവിടെ ഫോസ്ഫോറിക് ആസിഡും തമ്മിലുള്ള ബോണ്ടാണ് ഒന്നാമത്തെയും രണ്ടാമത്തെയും ഫോസ്ഫേറ്റിനിടയ്ക്ക്. അതേപോലെ 2ഉം 3ഉം ഫോസ്ഫേറ്റിൻ്റെ ഇടയ്ക്ക് വീണ്ടും ഫോസ്ഫേറ്റുകൾ തമ്മിലാണ് ബോണ്ട് വന്നേക്കുന്നത്. അതിനെ അൻഹൈഡ്രൈഡ് ബോണ്ട് എന്ന് പറയും. ഫോസ്ഫോ അൻഹൈഡ്രൈഡ് ബോണ്ട്. ചുരുക്കം പറഞ്ഞാൽ ATP ഹാസ് ഗോട്ട്
two phosphoanhydride bonds, which are the high energy bonds in ATP. But phosphoanhydride bonds are formed between two phosphoric acids, and this has large negative delta G of hydrolysis, and high energies are represented by a squiggle. ഇതിനെയാണ് squiggle എന്ന് പറയുന്നത്. ഈ അഡിനസിനും ആദ്യത്തെ ഫോസ്ഫേറ്റും തമ്മിലുള്ളൊരു ബോണ്ട് ശ്രദ്ധിച്ചില്ലേ, അത് എസ്റ്റർ ലിങ്കേജ് ആണ്. ഇവിടെ CH2OH ആയിരുന്നു, അതിലേക്കാണ് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തേക്കുന്നത്. ഇറ്റ് ഇസ് ബിറ്റ്വീൻ ആൽക്കഹോൾ ആൻഡ് ആസിഡ് ആൻഡ് ഇറ്റ് ഈസ് എൻ എസ്റ്റർ ലിങ്കേജ്. അതിന് അത്ര ഡെൽറ്റ ജി ഓഫ് ഹൈഡ്രോളിസിസ് നെഗറ്റീവ് ആണ്, പക്ഷേ ലോ നെഗറ്റീവ് ഡെൽറ്റ ജി ഓഫ് ഹൈഡ്രോളിസിസ് ആണ്. അതുകൊണ്ട് തന്നെ ATP ADP ആകുമ്പോൾ എനർജി റിലീസ് ചെയ്യും, ADP AMP ആകുമ്പോൾ എനർജി റിലീസ് ചെയ്യും, പക്ഷേ AMP അഡിനസിനായിട്ട് കൺവേർട്ട് ചെയ്താൽ എനർജി റിലീസ് ചെയ്യപ്പെടത്തില്ല. വൈ? ബിക്കോസ് ദിസ് എനർജി is a low energy bond. These are the structures of inorganic phosphate and pyrophosphate. സിമ്പിൾ ആയിട്ട് നമ്മൾ എപ്പോഴും എഴുതുമ്പം ഒരു വട്ടത്തിനകത്ത് P ഇട്ടാലും it indicates phosphate. So simply you can write this ATP structure like this also. അപ്പോൾ അഡിനീനെ നമുക്കൊരു ബോക്സിലിട്ട്, റൈബോസിന് ഒരു ബോക്സിലിട്ട് 3 ഫോസ്ഫേറ്റ് അറ്റാച്ച് ചെയ്ത് 2ഉം 3ഉം തമ്മിലും 1ഉം 2ഉം തമ്മിലും സ്ക്വിഗിൾ ഇട്ട് കഴിഞ്ഞാൽ ദാറ്റ് ഷോസ് ദി സ്ട്രക്ചർ ഓഫ് ATP. ഇനി ഹൈ എനർജി ബോൺസിന് വേറൊരു പ്രത്യേകതയുണ്ട്. ഹൈ ഡെൽറ്റ ജി ഓഫ് ഹൈഡ്രോളിസിസ് മാത്രമല്ല, എനർജി റിലീസ് ചെയ്യുന്നു എന്ന് മാത്രമല്ല, ഇറ്റ് ഹാസ് ഗോട്ട് ഹൈ ഗ്രൂപ്പ് ട്രാൻസ്ഫർ പൊട്ടൻഷ്യൽ. ഇറ്റ് ക്യാൻ ട്രാൻസ്ഫർ ഇറ്റ്സ് ഗ്രൂപ്പ് ടു സം അതർ മോളിക്യൂൾ. ഫോർ എക്സാമ്പിൾ ATP ഹൈഡ്രലൈസ് ചെയ്യുമ്പോൾ അവിടെ എനർജി റിലീസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഒരു ഇനോർഗാനിക് ഫോസ്ഫേറ്റും റിലീസ് ചെയ്യപ്പെടുന്നു. ആൻഡ് ദാറ്റ് PI ക്യാൻ ഗോ ടു സം അതർ കോമ്പൗണ്ട്. നമ്മൾ നേരത്തെ കണ്ടില്ലേ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആകുന്നത്, അവിടെ ATP ഹൈഡ്രലൈസ് ചെയ്യുമ്പം അതിൽ നിന്നും റിലീസ് ചെയ്യുന്ന ഫോസ്ഫേറ്റ് ഗ്ലൂക്കോസിൻ്റെ 6th പൊസിഷനിലേക്ക് പോകുന്നുണ്ട്. So this high energy compounds have high group transfer potential. നമുക്ക് ആ റിയാക്ഷൻ കുറച്ചുകൂടെ വിവരിച്ചൊന്ന് കാണാം. AMP PP എന്ന് പറയുന്നത് ATP ആണ്. ATP can be hydrolyzed to ADP and PI. Energy is released. ADP can be hydrolyzed to AMP and PI. Again energy is released. Negative energy ആണ്. അതായത് ഡെൽറ്റ ജി ഓഫ് ഹൈഡ്രോളിസിസ് ഹൈ ആണ്. ഇനി ഇത് കൂടാതെ വേറെ തരത്തിലും ATP ഹൈഡ്രലൈസ് ചെയ്യാം. ATP ക്യാൻ ബി ഹൈഡ്രലൈസ് ടു AMP ആൻഡ് PPI. PPI എന്ന് പറയുന്നത് പൈറോഫോസ്ഫേറ്റ്, ആൻഡ് ദിസ് PPI പൈറോഫോസ്ഫേറ്റ് ക്യാൻ ബി ഹൈഡ്രലൈസ് ടു 2PI. ഇവിടെയും എനർജി റിലീസ് ചെയ്യുന്നു. അപ്പോൾ ATP ഹൈഡ്രലൈസ് ചെയ്യുന്ന 2 രീതിക്കാണ്, അതാണ് ഇവിടെ ഡെപ്പിക്റ്റ് ചെയ്തേക്കുന്നത്. അപ്പം നമ്മൾ ഇത്രയും നേരം പഠിച്ചത് ATP ഈസ് ആൻ എനർജി സോഴ്സ് എന്ന് പഠിച്ചു. ഇനി ATPയുടെ ഹൈഡ്രോലൈറ്റിക് പ്രോഡക്റ്റായ AMPയുടെ മറ്റ് ഫങ്ഷൻസ് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ആൻ എനർജി സെൻസർ ആൻഡ് റെഗുലേറ്റർ ഓഫ് മെറ്റബോളിസം. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു സെല്ലിൽ AMPയുടെ അളവ് കൂടി എന്നതിൻ്റെ അർത്ഥം ATP കുറവാണ് എന്നാണ് അതിൻ്റെ ഒരു ഇൻഡയറക്റ്റ് മീനിങ് അല്ലേ. AMP കൂടിയാൽ അതിൻ്റെ അർത്ഥം ATP കുറവാണ്. സോ വാട്ട് ഹാപ്പൻസ്, AMP സെൻസസ് ദാറ്റ് എനർജി ഈസ് ലോ. അപ്പോൾ എനർജി ഉണ്ടാകാനുള്ള പാത്വേസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ജോലി AMP ചെയ്യും. സോ AMP stimulates the metabolic pathway that produces ATP. എങ്ങനെ? either by allosteric activation of the enzymes involved in the pathway, അല്ലെങ്കിൽ through AMP activated protein kinases. ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുള്ള ഒരു ഏരിയയാണ് റെഗുലേഷൻ എന്ന് പറയുന്നത്. എനിവേസ് ATP ഒരു എനർജി സോഴ്സ് ആണെങ്കിൽ അതിൻ്റെ ഹൈഡ്രോലൈറ്റിക് പ്രോഡക്റ്റായ AMP ഒരു എനർജി സെൻസറാണ്, അതിനോടൊപ്പം തന്നെ റെഗുലേറ്റർ ഓഫ് മെറ്റബോളിസം ആണ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞു ATP ഹാസ് ഗോട്ട് ഹൈ ഡെൽറ്റ ജി ഓഫ് ഹൈഡ്രോളിസിസ്. ഇതിൻ്റെ റീസൺ, വാട്ട് ഈസ് ദി റീസൺ ബിഹൈൻഡ് ദി ഹൈ നെഗറ്റീവ് ഡെൽറ്റ ജി ഓഫ് ഹൈഡ്രോളിസിസ് ഓഫ് ATP? പ്രധാനപ്പെട്ട 3 കാരണങ്ങളാണ്. ഒന്ന് റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ, 2 ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൾഷൻ, ബോത്ത് ദീസ് വിൽ ബി ഡിസ്കസ്ഡ് ഇൻ ഡീറ്റെയിൽ. 3 സ്റ്റെബിലൈസേഷൻ ഡ്യൂ ടു ഹൈഡ്രേഷൻ. അതായത് ATP ഹൈഡ്രലൈസ് ചെയ്ത് ADPയും PIയും ആകും. അപ്പോൾ ADP ആൻഡ് PI ക്യാൻ ബൈൻഡ് മോർ വാട്ടർ. അപ്പോൾ ഹൈഡ്രേഷൻ വഴി സ്റ്റെബിലൈസേഷൻ കൂടുതൽ ADPക്കും PIയുമാണ് ഇൻ കമ്പാരിസൺ ടു ATP. അതിൻ്റെ ഫോസ്ഫോ അൺഹൈഡ്രേറ്റ് പാർട്ടിലേക്ക് വാട്ടർ മോളിക്യൂൾ ബൈൻഡ് ചെയ്യുന്നതിനെക്കാട്ടി എളുപ്പമാണ് ADPയും PIയും. അപ്പം സ്റ്റെബിലൈസേഷൻ ഓഫ് ADP ആൻഡ് PI ഈസ് ബെറ്റർ വെൻ കമ്പയർഡ് ടു ATP. ബാക്കി ആദ്യം പറഞ്ഞ 2 കാരണങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. അപ്പം ആ 2 റീസൺസ്, റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ, ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൾഷൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഏതൊരു റിയാക്ഷനും ഫോർവേഡ് ഡയറക്ഷനിലേക്ക് എപ്പോൾ പോകും, അതിൻ്റെ പ്രോഡക്ട്സ് വെൻ ദേ ആർ സ്റ്റേബിൾ, മോർ സ്റ്റേബിൾ വെൻ കമ്പയർഡ് ടു റിയാക്ടൻസ്. നമ്മുടെ ഈ ഒരു ATPയുടെ ഹൈഡ്രോളിസിസ് നോക്കിക്കഴിഞ്ഞാൽ ATP ഈസ് ഹൈഡ്രോളൈസ് ടു ADP ആൻഡ് PI. അപ്പോൾ ADPയും PIയും ഇഫ് ദേ ആർ മോർ സ്റ്റേബിൾ വെൻ കമ്പയർഡ് ടു ATP, ദ റിയാക്ഷൻ വിൽ ഗോ ഇൻ ദി ഫോർവേഡ് ഡയറക്ഷൻ. ഞാൻ പറഞ്ഞാൽ ക്ലിയർ ആയോ?
ATPയേക്കാൾ ADPയും PIയും കൂടുതൽ സ്റ്റേബിൾ ആണെങ്കിൽ റിയാക്ഷൻ മുന്നോട്ടല്ലേ പോകത്തുള്ളൂ. അപ്പോൾ മോർ സ്റ്റേബിളായ കോമ്പൗണ്ട് ആക്കാനല്ലേ നേച്ചർ ശ്രമിക്കുകയുള്ളൂ. അപ്പോൾ എന്തുകൊണ്ട് ATPയെക്കാട്ടി ADPയും PIയും മോർ സ്റ്റേബിൾ ആണ്? വൈ? ബിക്കോസ് ബോത്ത് ഓഫ് ദം എക്സിബിറ്റ് റെസനൻസ് സ്റ്റെബിലൈസേഷൻ. ഇപ്പോൾ ഈ ഇവിടെ കാണുന്ന 3 സ്ട്രക്ചേഴ്സും PIയുടെ റെസനൻസ് സ്ട്രക്ചേഴ്സ് ആണ്. അതേപോലെ അഡിനസിൻ ഡൈഫോസ്ഫേറ്റും റെസനൻസ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അപ്പോൾ റെസനേറ്റ് ബെൻസീൻ പോലെ തന്നെ ADPക്കും PIക്കും റെസനൻസ് സ്റ്റെബിലൈസേഷൻ ഉള്ളതുകൊണ്ട് ATPയേക്കാൾ കൂടുതൽ അത് രണ്ടും സ്റ്റേബിൾ ആണ്. ദാറ്റ്സ് വൈ ADP PI ആയി കൂടുതൽ സ്റ്റേബിൾ സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കാനേ നേച്ചർ ശ്രമിക്കുകയുള്ളൂ. അതേപോലെ ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൽഷൻ എന്ന് പറയുന്നത്, ഇഫ് യു ലുക്ക് അറ്റ് ദി സ്ട്രക്ചർ ഓഫ് ATP, അതിൻ്റെ നെഗറ്റീവ് ചാർജസ് നോക്കിക്കഴിഞ്ഞാൽ ATPക്ക് 4 നെഗറ്റീവ് ചാർജ് ഉണ്ട്. 1, 2, 3, 4 നെഗറ്റീവ് ചാർജ് ഉണ്ട്. അപ്പോൾ ഇവർ അടുത്തടുത്തുള്ളത് കൊണ്ട് തന്നെ ദർ ഇസ് ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൽഷൻ ബിറ്റ്വീൻ ദി നെഗറ്റീവ് ചാർജസ്. വേറസ് ഇൻ കേസ് ഓഫ് ADP ദർ ആർ ഓൺലി 3 നെഗറ്റീവ് ചാർജസ്. അപ്പോൾ രണ്ടും കൂടെ നോക്കുമ്പോഴത്തേക്ക് ഏതായിരിക്കും കൂടുതൽ സ്റ്റേബിൾ? ADP ആയിരിക്കും കൂടുതൽ സ്റ്റേബിൾ. ഒരു PI അവിടെ നിന്ന് വിട്ടുപോയി. അപ്പോൾ നമുക്ക് ഒരു നെഗറ്റീവ് ചാർജ് കമ്പയർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ATP ഈസ് ലെസ് സ്റ്റേബിൾ വെൻ കമ്പയർ ടു ADP ബിക്കോസ് ദ ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൽഷൻ ഇസ് ഹയർ ഇൻ ATP വെൻ compared to ADP. അപ്പോൾ ഈ കാരണം കൊണ്ടാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ATP കൺവേർഷൻ ടു ADP ആൻഡ് PI, ആ ADPക്കും PIക്കും റെസനൻസ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. അതുകൂടാതെ ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൽഷൻ ഇസ് കമ്പാരിറ്റീവ്ലി ലെസർ ഇൻ ADP ആൻഡ് PI. അതുകൊണ്ട് ഈ കാരണം കൊണ്ടാണ് ATP ADP PI ആയിട്ട് ഹൈഡ്രലൈസ് ചെയ്യാനേ ശ്രമിക്കുകയുള്ളൂ. അതാണ് അതിൻ്റെ ΔG ഓഫ് ഹൈഡ്രോളിസിസ് ഹയർ ആയിട്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ആദ്യത്തെ ഒരു ക്ലാസ്സാണ് നോക്കിയത്. അതിൻ്റെ കീഴിൽ വരുന്നതാണ് ATP, അതായത് പൈറോഫോസ്ഫേറ്റ്സ്. മറ്റ് ക്ലാസ്സസ് ഉണ്ട്, ഫോസ്ഫജൻസ്, ഇനോൾ ഫോസ്ഫേറ്റ്സ്, അസൈൽ ഫോസ്ഫേറ്റ്സ്, തയോഎസ്റ്റേഴ്സ്. അതിലൂടെ നമുക്കൊന്ന് നോക്കി പോവാം. ഇഫ് യു ചെക്ക് ദി ΔG ഓഫ് ഹൈഡ്രോളിസിസ് ഓഫ് ഓൾ ദീസ് മോളിക്യൂൾസ്, നിങ്ങൾക്ക് കാണാം ATP എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻറ്റർമീഡിയറ്റ് ഇൻ ദിസ് ലിസ്റ്റ്. കണ്ടോ, ഫോസ്ഫോയിനോൾ പൈറുവേറ്റിന് ഏറ്റവും കൂടുതൽ ΔG 0 ആണ്. പിന്നെ ഫോസ്ഫോക്രിയാറ്റിൻ അത് കഴിഞ്ഞ് പിന്നെ പൈറോഫോസ്ഫേറ്റ്. ATPക്ക് താഴെയാണ് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റും ഗ്ലിസറോൾ 3 ഫോസ്ഫേറ്റും. അപ്പോൾ ATPക്ക് താഴെയുള്ള ഇവർ ലോ എനർജി കോമ്പൗണ്ട്സും അതിന് മുകളിലോട്ടുള്ളത് ഹൈ എനർജി കോമ്പൗണ്ട്സ് ആണ്. അപ്പോൾ ഈ ഹൈ എനർജി കോമ്പൗണ്ട്സ് ആയിട്ടുള്ള ഫോസ്ഫോയിനോൾ പൈറുവേറ്റ് ഹൈഡ്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ദി എനർജി റിലീസ് ക്യാൻ ബി ട്രാപ്പ് ടു ഫോം ATP. അതേപോലെ ATP ക്യാൻ ബി യൂട്ടിലൈസ് ടു ഫോം ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ്. ഇത് നേരത്തെ പറഞ്ഞ പോലെ എനർജി കറൻസി എന്ന് പറഞ്ഞാൽ ATP ഇസ് ലിങ്ക് ബിറ്റ്വീൻ എനർജി yielding ആൻഡ് എനർജി റിക്വയറിംഗ് പ്രോസസ്സസ് എന്ന് പറഞ്ഞതാണ്. ഇനി നമുക്ക് ഫോസ്ഫോക്രിയാറ്റിൻ, ദാറ്റ് ഇസ് അനദർ ക്ലാസ്. ഫോസ്ഫജൻസ് എന്ന് പറയുന്ന ആ ക്ലാസ്സിൽ പെടുന്നതാണ് ഫോസ്ഫോക്രിയാറ്റിൻ. ഫോസ്ഫോക്രിയാറ്റിൻ്റെ സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെയും ദ പ്രോഡക്റ്റ് ഇസ് മോർ സ്റ്റേബിൾ വെൻ കമ്പയർ ടു ദ റിയാക്ടൻ. അതുകൊണ്ട് തന്നെയാണ് ആ റിയാക്ഷൻ മുന്നോട്ട് പോകുന്നത്. ദെൻ ഹൗ ഇസ് ഫോസ്ഫോക്രിയാറ്റിൻ ഫോം? ബൈ ഫോസ്ഫോറിലേഷൻ ഓഫ് ക്രിയാറ്റിൻ ബൈ ATP. അതിൻ്റെ അർത്ഥം ഇതൊരു റിവേഴ്സിബിൾ റിയാക്ഷനാണ്. ഫോസ്ഫോക്രിയാറ്റിൻ ഓൺ ഹൈഡ്രോളിസിസ് ക്യാൻ ഗീവ് ക്രിയാറ്റിൻ ആൻഡ് ATP. മനസ്സിലായി? ഫോസ്ഫോക്രിയാറ്റിൻ ഹൈഡ്രലൈസ് ചെയ്യുമ്പോൾ അതിൽ നിന്നും കിട്ടുന്ന എനർജി റിലീസ് ചെയ്യപ്പെടുന്നു. ആ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ADPയിലേക്ക് പോയി ATP ഉണ്ടാക്കുന്നു. ഹൈഡ്രോളിസിസ് ഓഫ് ഫോസ്ഫോക്രിയാറ്റിൻ ക്യാൻ yield ATP. നമ്മുടെ മസിൽസിലൊക്കെ ATP എപ്പോഴും കാണും. അപ്പോൾ നമ്മുടെ ഒരു 100 മീറ്റർ സ്പ്രിൻ്റൊക്കെ ചെയ്യുമ്പോൾ ആദ്യം മസിൽ ഓൾറെഡി ഉള്ള ATP യൂട്ടിലൈസ് ചെയ്ത് പെട്ടെന്ന് തീരും. നിങ്ങൾക്ക് തന്നെ അറിയാം, ഓടി തുടങ്ങുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഫാറ്റിഗ്ഡ് ആവും. പിന്നെ യൂട്ടിലൈസ് ചെയ്യുന്നത് വെച്ചാൽ ഈ ഫോസ്ഫോക്രിയാറ്റിൻ ഹൈഡ്രലൈസ് ചെയ്ത് കിട്ടുന്ന എനർജിയാണ് പിന്നെ ഒരു ഓടുന്ന ഒരാൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പോൾ ദിസ് റീപ്ലനിഷസ് ദി യൂസ്ഡ് അപ്പ് ATP. ഇനി ഫോസ്ഫോയിനോൾ പൈറുവേറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ ദാറ്റ് ഇസ് അനദർ ക്ലാസ്. ഈനോൾ ഫോസ്ഫേറ്റ്സിൻ്റെ ക്ലാസ്സിൽ വരുന്നതാണ് ഫോസ്ഫോയിനോൾ പൈറുവേറ്റ്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ലാസ്റ്റ്, ദിസ് റിയാക്ഷൻ ഗിവൺ ഹിയർ ഇസ് ദി ലാസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ഗ്ലൈക്കോളിസിസ് വേർ ATP is formed. ഗ്ലൈക്കോളിസിസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോസ്ഫോയിനോൾ പൈറുവേറ്റായി ഒരു ATP ജനറേറ്റ് ചെയ്യുന്നതാണ്. എന്തുകൊണ്ട് ഈ റിയാക്ഷൻ ഹൈ ΔG ഓഫ് ഹൈഡ്രോളിസിസ് നമുക്ക് നോക്കാം. PEP അതിൻ്റെ ഫോസ്ഫേറ്റ് ഒരു ADPക്ക് കൊടുത്താൽ അത് ATP ആയിട്ട് ഫോസ്ഫോറിലേറ്റ് ചെയ്യപ്പെടും. ആൻഡ് യു ഗെറ്റ് ഈനോൾ പൈറുവേറ്റ്. നൗ ഈനോൾ പൈറുവേറ്റ് ഇമ്മീഡിയറ്റ്ലി ഈസ് കൺവേർട്ടഡ് ടു പൈറുവേറ്റ് ബൈ ഈനോൾ കീറ്റോൺ കൺവേർഷൻ. അപ്പോൾ ഈ കൺവേർഷൻ ഇതിൻ്റെ ΔG ഓഫ് ഈനോൾ കീറ്റോൺ കൺവേർഷൻ ഇസ് വെരി ഹൈ. അപ്പോൾ നമുക്ക് PEP ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് പൈറുവേറ്റ് ആകാൻ ശ്രമിക്കും. വൈ? ബിക്കോസ് ദിസ് ഇസ് മോർ സ്റ്റേബിൾ. അപ്പോൾ ഈ കൺവേർഷനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് PEP പൈറുവേറ്റ് ആകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഫോസ്ഫേറ്റ് ADPയിലേക്ക് പോയി ATP ജനറേറ്റ് ചെയ്യുവാണ്. ദാറ്റ് ഇസ് വൈ PEP ഹാസ് ഗോട്ട് ഹൈ ΔG. ഓക്കെ, യെറ്റ് അനദർ ക്ലാസ് കോഎൻസൈം A. അതിന് അവിടെയും ഗ്രൂപ്പ് ട്രാൻസ്ഫർ പഠിക്കും. ഇതുവരെ നമ്മൾ ഫോസ്ഫേറ്റിൻ്റെ ട്രാൻസ്ഫർ മാത്രമേ പഠിച്ചുള്ളൂ, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ട്രാൻസ്ഫർ പഠിച്ചുള്ളൂ. ഇവിടെ നമ്മൾ അസൈൽ ഗ്രൂപ്പ് ട്രാൻസ്ഫർ ആണ് പഠിക്കാൻ വന്നത്, കോഎൻസൈം A. ആ കോഎൻസൈം A ക്യാൻ ബി അസൈലേറ്റഡ്. ഇവിടെ തയോ എസ്റ്റർ ആണ്. തയോ എസ്റ്റർ ഈസ് ഓൾസോ എനർജി പാക്ഡ്. ഇത് ഹൈഡ്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എനർജി വിൽ ബി റിലീസ്ഡ്. ഓക്കെ,
അപ്പോൾ ഇവിടെ നമ്മൾ അസിറ്റിക് ആസിഡുമായിട്ടാണ് ഇത് ബോണ്ട് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ബിക്കംസ് അസിറ്റൈൽ കോയിൻ. ഓക്കെ, ആൻഡ് ദിസ് ക്യാൻ ട്രാൻസ്ഫർ അസൈൽ ഗ്രൂപ്പ്. അസിറ്റൈൽ അല്ലെങ്കിൽ അസൈൽ, ഇവിടെ ജനറൽ റിയാക്ഷൻ പറഞ്ഞു. ഇവിടെ ഈ R എന്ന് പറയുന്നത് അസൈൽ ഗ്രൂപ്പാണ്. അപ്പോൾ കോഎൻസൈം A ഹാസ് ഗോട്ട് അസൈൽ ഗ്രൂപ്പ് ട്രാൻസ്ഫർ പൊട്ടൻഷ്യൽ. നേരത്തെ നമ്മൾ കണ്ടതെല്ലാം ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ട്രാൻസ്ഫർ പൊട്ടൻഷ്യൽ ആയിരുന്നു. ഇതിൻ്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ കോഎൻസൈം A ഹാസ് ഗോട്ട് ബീറ്റ മെർകാപ്റ്റോ എഥൈലമീൻ, പാൻറ്റോഥനേറ്റ് ആൻഡ് ADP 3' ഫോസ്ഫേറ്റ്. അതിലെ ബീറ്റ മെർകാപ്റ്റോ ഇഥൈലമീൻ്റെ SHലേക്കാണ് അസൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്നത്. ഈ അസൈൽ ഗ്രൂപ്പ് അതിന് വേണമെങ്കിൽ വേറൊരു മോളിക്യൂളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അസൈലേഷൻ ചെയ്യാനുള്ള കപ്പാസിറ്റി കോഎൻസൈം Aക്ക് ഉണ്ട്. ഇനി ഇവിടെ കാണിച്ചേക്കുന്ന കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് ലോ എനർജി കോമ്പൗണ്ട്സ് ആണ്. ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ഡെൽറ്റ G നെഗറ്റീവ് ആണ്, പക്ഷേ ഇറ്റ് ഇസ് ലോ എനർജി കോമ്പൗണ്ട്. അതിന് ഗ്രൂപ്പ് ട്രാൻസ്ഫർ പൊട്ടൻഷ്യലും ഇല്ല, അത് ഹൈഡ്രലൈസ് ചെയ്താൽ എനർജി റിലീസും ചെയ്യത്തില്ല. നേരത്തെ നമ്മൾ പറഞ്ഞ അതേ ലോ എനർജി കോമ്പൗണ്ട്സ് ആണ്. ഇനി നമുക്ക് പരിചയപ്പെടേണ്ട വേറൊരു മോളിക്യൂളാണ് cyclic AMP. And how is cyclic AMP formed? It is by an enzyme adenylate cyclase which converts ATP to cyclic AMP and pyrophosphate. നേരത്തെ നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു കപ്പിൾ റിയാക്ഷൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ. This reaction is driven in the forward direction by the immediate hydrolysis of PPI to 2PI. അപ്പോൾ ആ റിയാക്ഷൻ മുന്നോട്ട് തന്നെ പോകും. സൈക്ലിക് AMPയുടെ സ്ട്രക്ചർ നിങ്ങൾ നോക്കിക്കേ. ഫസ്റ്റ് പൊസിഷനിൽ അഡിനിൻ ഉണ്ടാവും, ആൻഡ് തേർഡും ഫിഫ്ത്തും തമ്മിലൊരു സൈക്ലൈസേഷനാണ്, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വഴി ഒരു സൈക്ലൈസേഷനാണ് ഇവിടെ കാണുന്നത്. ദിസ് ഇസ് സൈക്ലിക് AMP. ആൻഡ് സൈക്ലിക് AMP ഇവിടുത്തെ ഈ റെഡ് കളറിലെ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നത് ഫോസ്ഫോഡയസ്ട്രേസ് എന്ന് പറയുന്ന എൻസൈമാണ്, ആൻഡ് ഇറ്റ് ക്യാൻ ഫോം 5' AMP. ഓക്കെ, ആൻഡ് സൈക്ലിക് AMP വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോളിക്യൂളാണ്, ബിക്കോസ് സിഗ്നൽ ട്രാൻസ്ഡക്ഷനിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്കൻഡ് മെസ്സഞ്ചറാണ് സൈക്ലിക് AMP. ഇനി ഹൈ എനർജി കോമ്പൗണ്ട്സിൻ്റെ അല്ലെങ്കിൽ ഹൈ എനർജി ബോണ്ട്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് എന്ന് വെച്ചാൽ, ഒന്ന് എനർജി ട്രാൻസ്ഫർ ഓർ സ്റ്റോറേജ്, അതിൻ്റെ കീഴിൽ വരുന്ന എക്സാമ്പിളാണ് ATP, പൈറോഫോസ്ഫേറ്റ്, പോളിഫോസ്ഫേറ്റ്, ഫോസ്ഫോക്രിയേറ്റിൻ, ഇതെല്ലാം അതിൻ്റെ കീഴിൽ വരുന്നതാണ്. പിന്നെ ഗ്രൂപ്പ് ട്രാൻസ്ഫർ പൊട്ടൻഷ്യൽ, ATPക്ക് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ട്രാൻസ്ഫർ ഉണ്ടാവും, കോഎൻസൈം Aക്ക് ആണെങ്കിൽ അസൈൽ ഗ്രൂപ്പ് ട്രാൻസ്ഫർ പൊട്ടൻഷ്യൽ ഉണ്ടാവും. അതുകൂടാതെ ട്രാൻസിയൻ സിഗ്നലായിട്ട് ആക്ട് ചെയ്യാനും ഹൈ എനർജി ബോണ്ട്സിന് സാധിക്കും.